എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ഫിഗറാണ് നാം 2D ഓബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നാം 4 സർക്കിൾസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡയമീറ്റർ 50, ഡയമീറ്റർ 70, ഡയമീറ്റർ 90, ഡയമീറ്റർ 120. ഇങ്ങനെ 4 സർക്കിൾ ആദ്യം നമ്മൾ ഡ്രോ ചെയ്യും. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക, സെൻറ്റർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക, ഇവിടെ സെൻറ്റർ ആക്കുക, 50 എൻ്റർ. ദെൻ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ഡയമീറ്റർ 70 എൻ്റർ. അഗൈൻ സെൻറ്റർ ഡയമീറ്റർ ക്ലിക്ക് ചെയ്യുക, ഈ സെൻറ്റർ എടുക്കുക, ഡയമീറ്റർ 90 നെക്സ്റ്റ് സർക്കിൾ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ഡയമീറ്റർ 120. ഇനി ഈ ഡയമീറ്റർ 90യുടെ ഈ സർക്കിൾ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ ബൈ ലെയർ അല്ല, പകരം ഈ -2 ആക്കാം. കാരണം അത് റെഫറൻസ് സർക്കിളാണ്. ഈ 3 സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള റെഫറൻസ് സർക്കിളാണിത്. അതിൻ്റെ പേര് അങ്ങനെ ചെയ്യാം. അടുത്തത് നമുക്ക് ഈ ഒരു സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതാ 60 ഡിഗ്രി ആംഗിൾ കാണുന്നില്ലേ? അപ്പോൾ 90 - 60 30 ഡിഗ്രി ആംഗിളിലാണ് നമുക്ക് ഈ സർക്കിൾ വരേണ്ടത്. അത് 45 യൂണിറ്റിലാണ് ഉള്ള ലൈൻ നമുക്കിവിടെ വരക്കാം. അതിനുവേണ്ടി 45 യൂണിറ്റിലുള്ള ലൈൻ വരക്കാം. അപ്പോൾ ഈ ലൈൻ വരക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സെൻറ്റർ ട്രാക്ക് ചെയ്തതിൻ്റെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 2 ലൈൻ വരക്കാം. അത് നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക, ആദ്യം വെർട്ടിക്കലായിട്ട് ലൈൻ വരക്കുക, ഓർത്തോ ഓൺ ചെയ്തിരിക്കണം. ഇനി ഹൊറിസോണ്ടലായിട്ട് ഈ ട്രാക്ക് ചെയ്ത് ഈ സെൻറ്റർ ട്രാക്ക് ചെയ്ത് ലൈൻ വരക്കാം. ഇനി നമുക്ക് 45 ലെങ്ത് ഉള്ള ഒരു ലൈൻ, അത് 30 ഡിഗ്രി ആംഗിളിലുള്ള ഒരു ലൈൻ നമുക്ക് വരക്കാം. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക, ഈ സെൻറ്റർ എടുക്കുക. നമുക്ക് 45 ലെങ്ത് ഉള്ള ലൈനാണ് ആവശ്യം. അപ്പോൾ 45 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യാതെ ടാബ് അമർത്തുക. ടാബ് അമർത്തുന്നത് നമുക്ക് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടാബ് അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് 30 ഡിഗ്രി ആംഗിളാണ് വേണ്ട. അതിന് 30 എൻ്റർ ചെയ്യുക, 30 എൻ്റർ. ഇപ്പോൾ 30 ഡിഗ്രിയിലുള്ള ഒരു ലൈനാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. ആ ലൈൻ 45 യൂണിറ്റിലുള്ള ലൈനാണ്. ശരി, ഇനി നമുക്ക് ഈ ഭാഗത്താണ് ഈ സർക്കിൾ വരേണ്ടത്. ഈ സർക്കിൾ ഈ പോയിന്റിൽ, ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് സർക്കിൾ വരേണ്ടത്. ആ സർക്കിൾ 20 ഡയമീറ്റർ ഉള്ളതാണ്. അപ്പോൾ സർക്കിൾ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, 20 എൻ്റർ. ഇനി ഈ സർക്കിൾ നമുക്ക് അറേ ചെയ്യണം. 3 സ്ഥലത്ത് വേണ്ടി വരും. അപ്പോൾ അറേ ചെയ്യണം. അപ്പോൾ അറേയുടെ ഷോർട്ട് കട്ട് AR ആണ്. AR എൻ്റർ.
ഇനി സെലക്ട് ചെയ്യണം. സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഏത് അറേ ആണെന്നുള്ള റെക്ടാങ്കുലർ അല്ല, പാത്തും അല്ല, നമുക്ക് പോളാർ അറേയാണ് വേണ്ടത്. ആ പോളാർ അറേ സെലക്ട് ചെയ്യുക. ഇനി സെൻറ്റർ പോയിന്റ് ഓഫ് ദ അറേ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് തന്നെയാണ്. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 6 ഐറ്റംസ് ആണ് അറേ ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് 3 ഐറ്റംസ് മതി. അതിനുവേണ്ടി നമ്മൾ ഈ ഐറ്റം ടാബിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ 6 എന്നുള്ളത് മാറ്റി 3 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ 3 ഇതുപോലെ തന്നെ 3 സർക്കിളായി കൃത്യമായി എഴുതി. ഇനി നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല. ഈ 30 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് ശരിയാക്കി. ഇനി ഈ ഭാഗത്ത് ഇവിടെയും നമുക്ക് ഒരു ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ 20 യൂണിറ്റിലാണ് കാണുന്നത്. 20 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് മാറി വരുമ്പോൾ 10 യൂണിറ്റ് ഇങ്ങോട്ടും 10 യൂണിറ്റ് ഇങ്ങോട്ടും ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. O ആണ് ഓഫ്സെറ്റ് കമാൻഡിൻ്റെ ഷോർട്ട്കട്ട്. എൻ്റർ, O എൻ്റർ. ഇനി 10 എൻ്റർ. ഇനി ഈ ലൈൻ ഇങ്ങോട്ട് 10, ഇങ്ങോട്ടും ഈ ഭാഗത്തേക്കും 10 ഓഫ്സെറ്റ് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ഇനി നോക്കാം, ഈ ഭാഗത്താണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ട്രിം ചെയ്യണം. ട്രിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഈ ഭാഗത്ത് ഇത്രയും ഭാഗമാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ട്രിം ചെയ്യാം. ട്രിം കമാൻഡിൻ്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എൻ്റർ എൻ്റർ. ഇനി നമുക്ക് ട്രിം ചെയ്യാം. ട്രിം ചെയ്യാനുള്ള മെയിനായിട്ട് ട്രിം ചെയ്യാനുള്ളത് ഇത് ട്രിം ചെയ്യുക, ഇതും ട്രിം ചെയ്യുക, ഇതെല്ലാം ട്രിം ചെയ്യുക. ഒപ്പം ഈ ഭാഗവും ട്രിം ചെയ്യുക. ഇതും ട്രിം ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. ഇനി എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും ഇതുപോലെ തന്നെ നമുക്ക് അറേ ചെയ്യണം. 3 ഇതായിട്ട് അറേ ചെയ്യണം. 3 എണ്ണമായിട്ട് അറേ ചെയ്യണം. അപ്പോൾ അറേ കമാൻഡ് ഇനി എടുക്കുക. AR ആണ് ഷോർട്ട്കട്ട്. AR എൻ്റർ. ഇനി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. പോളാർ അറേ തന്നെയാണ്. പോളാർ സെലക്ട് ചെയ്യുക. ഇനി സെൻറ്റർ പോയിന്റ് ഇത് തന്നെയാണ്. ആ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇപ്പോഴും 6 ഐറ്റംസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 3 ഐറ്റംസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ടാബിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 6ൽ നിന്ന് 3 ആക്കുക. 3 ആക്കിയിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ 3 ഐറ്റമായിട്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഭാഗം ട്രിം ചെയ്ത് കളയണം, ഇവിടെയും ട്രിം ചെയ്ത് കളയണം ഇതുപോലെ തന്നെ. അപ്പോൾ ട്രിം കമാൻഡ് എടുക്കുക. TR എൻ്റർ എൻ്റർ. ട്രിം കമാൻഡ് TR ആണ് ഷോർട്ട്കട്ട്. ഇത് ട്രിം ചെയ്യുക, ഈ ഭാഗം ട്രിം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഡൗൺ സൈഡിലുള്ള ഈ ഭാഗത്താണ് നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഈ ലൈൻ ഇങ്ങോട്ട്, ഈ നടുക്കുള്ള ലൈൻ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. അത് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, നടുക്കുള്ള ലൈൻ, ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് 120 ആണ് ഇങ്ങോട്ട്, ഈ ലൈൻ. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. O എൻ്റർ. 120 എൻ്റർ. സെലക്ട് ചെയ്യുക, ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ 120ലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യണം. ഈ ലൈൻ എത്രയാണ്? 50ലേക്ക്. ഇവിടെ 100 ആണ് ആകെ. അപ്പോൾ ഇങ്ങോട്ട് 50ലേക്ക്. അപ്പം 50 സെലക്ട് ചെയ്യുക. 50ലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. 50ലേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് എസ്കേപ്പ് ചെയ്യുക. നമുക്ക് ഈ ഇൻ്റർസെക്റ്റഡ് ലൈൻ, ഈ ലൈൻ കിട്ടാൻ വേണ്ടി, ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ ലൈൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഓഫ്സെറ്റ് ചെയ്തത്. ഇവിടെയാണ് നമുക്ക് ഈ 2 സർക്കിൾ ആവശ്യം. ഡയമീറ്റർ 15ൻ്റെയും ഡയമീറ്റർ 30ൻ്റെയും 2 സർക്കിളുകൾ ഇവിടെ നമുക്ക് വരക്കാം.
അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക, സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ഇവിടെ സെലക്ട് ചെയ്യുക, 15 എൻ്റർ. നെക്സ്റ്റ് സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, 30 എൻ്റർ. നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോഴും ഈ സ്ഥലത്തും ഇതുപോലെ തന്നെ 2 സർക്കിൾ ഉണ്ട്, 15 ഡയമീറ്ററും 30 ഡയമീറ്ററും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് മിറർ ചെയ്യാം, അതായിരിക്കും എളുപ്പം. അപ്പം മിറർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് മിറർ ചെയ്യുക, ഈ ഭാഗം ഇത് രണ്ടും മിറർ ചെയ്യണം. അപ്പം മിററിൻ്റെ ഷോർട്ട് കട്ട് MI ആണ്, MI എൻ്റർ. ഇനി സെലക്ട് ചെയ്യുക, മിറർ ചെയ്യാനുള്ളത് ഈ രണ്ടുമാണ്, അത് രണ്ടും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി മിററിൻ്റെ ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും മിറർ ലൈൻ സെലക്ട് ചെയ്യണം. മിറർ ലൈൻ ഇതാണ്, പിന്നെ നടുക്കുള്ള ലൈൻ. ഫസ്റ്റ് പോയിൻ്റ് ഇത് സെലക്ട് ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് ഇവിടെയും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അത് മിറർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗമാണ്. ഈ ഭാഗം, ഈ ഒരു ആർച്ച് കാണാം, ഈ ആർച്ച് റേഡിയസ് 40 ഇങ്ങനെ ആർച്ച് ഇവിടെ വരണമെങ്കിൽ നമ്മളത് ഫില്ലറ്റ് ചെയ്താൽ മതിയാകും. ഈ ലൈനും ഈ സർക്കിളും തമ്മിൽ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർച്ച് നമുക്ക് കിട്ടും. അപ്പം ഫില്ലറ്റ് കമാൻഡ് എടുക്കുക, ഫില്ലറ്റിൻ്റെ ഷോർട്ട് കട്ട് F ആണ്, F എൻ്റർ. റേഡിയസിന് R എൻ്റർ. ആ റേഡിയസ് എത്രയാണ്, 40 എൻ്റർ, 40 എൻ്റർ. ഇനി ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഈ സർക്കിളിൻ്റെ ഈ ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റർ ചെയ്യുക, ഫില്ലറ്റ് നേരെ കിടപ്പുണ്ടെങ്കിൽ വയ്ക്കുക. ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഈ സർക്കിളും സെലക്ട് ചെയ്യുക, അവിടെയും ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെയും നമ്മൾ കൃത്യമായിട്ട് ഫില്ലറ്റ് ചെയ്ത് ശരിയായി കഴിഞ്ഞു. ഇനി നോക്കാം, നമുക്ക് ഇനി ഈ ഭാഗം ട്രിം ചെയ്ത്, ഇവിടെ ഇത്രയും ഭാഗം മതി, ഇവിടെ ഇത്രയും നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ട്രിം കമാൻഡ് എടുത്ത് ഇവിടെ ട്രിം ചെയ്യാം, TR എൻ്റർ. ഇത്രയും ഭാഗം ആകെ ഇപ്പോൾ ട്രിം ചെയ്യുക, ഇത്രയും ഭാഗം. അപ്പോൾ അത് കൃത്യമായി ആ ഭാഗം ശരിയായി. ഇനി ഇങ്ങോട്ടുള്ള ഭാഗമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ശരിക്കും റേഡിയസ് 85 ഒരു ആർച്ചാണ്. ഈ ആർച്ച് ശരിക്കും ഈ ടാൻജൻറ്റിൽ നിന്നും വരുന്നതാണ്. 2 ടാൻജൻറ്റിൽ തമ്മിൽ യോജിപ്പിച്ചിട്ട് റേഡിയസ് 85 ആർച്ചാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് ആർച്ചല്ല, സർക്കിൾ തന്നെ എടുക്കാം. സർക്കിളിലെ ടാൻ റേഡിയസ് എടുക്കുക, ടാൻജൻറ്റ് റേഡിയസ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ടാൻജൻറ്റ് ഇവിടെ കൊടുക്കുക, സെക്കൻഡ് ടാൻജൻറ്റ് ഈ ഭാഗത്തും കൊടുക്കുക. ഇനി റേഡിയസ് എന്ന് പറയുന്നത് 85 എൻ്റർ. ഇപ്പോൾ 85ൽ റേഡിയസ്, ഇത് ടാൻജൻറ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർച്ച് ഉണ്ടായിക്കഴിഞ്ഞു. ആർച്ചല്ല, ഒരു സർക്കിൾ കൃത്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അത് നമുക്ക് ഒരു ആർച്ചാക്കി എടുക്കാൻ പറ്റും. ഇത് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ മതി. അത് ട്രിം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ലൈനുകളൊക്കെ ഇനി ഒഴിവാക്കാം. ലൈനൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാം. ഈ ലൈനുകളെല്ലാം ഒഴിവാക്കാം. ഇനി നമുക്ക് ട്രിം ചെയ്താൽ മാത്രം മതി. അപ്പോൾ ട്രിം കമാൻഡ് എടുക്കാം, TR എൻ്റർ. ഇവിടെ നിന്ന് ട്രിം ചെയ്യാം. ഈ ഇപ്പുറവും അതുപോലെ തന്നെ ട്രിം ചെയ്ത് കളയാം. ഇപ്പോൾ കൃത്യമായി നമ്മൾ ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായി തന്നെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.